ഓം ശാന്തി 31/12/2024. ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ്. മധുരമായ കുട്ടികളെ, ബാബ ദിവസവും എന്താണോ പഠിപ്പിക്കുന്നത് ഈ പഠിപ്പ് ഒരിക്കലും മുടക്കരുത്. ഈ പഠിപ്പിലൂടെയേ ഉള്ളിലെ സംശയങ്ങൾ ഇല്ലാതാകൂ. ചോദ്യം: ബാബയുടെ ഹൃദയത്തെ ജയിക്കുന്നതിനുള്ള യുക്തി എന്താണ്? ഉത്തരം: ബാബയുടെ ഹൃദയത്തെ ജയിക്കണമെങ്കിൽ ഏതുവരെ സംഗമയുഗമുണ്ടോ അതുവരെ ബാബയിൽ നിന്നും ഒന്നും ഒളിപ്പിക്കരുത്. തൻ്റെ സ്വഭാവത്തിനുമേൽ പൂർണ്ണമായ ശ്രദ്ധ നൽകൂ. അഥവാ എന്തെങ്കിലും പാപം ഉണ്ടാവുകയാണെങ്കിൽ അവിനാശിയായ സർജനെ കേൾപ്പിക്കൂ. എങ്കിൽ ഭാരരഹിതമാകും. ബാബ എന്താണോ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് ബാബയുടെ ദയ, കൃപ അഥവാ ആശീർവാദം. അതിനാൽ ബാബയിൽ നിന്നും ദയയും കൃപയും യാചിക്കുന്നതിനു പകരം സ്വയം തൻ്റെ മേൽ കൃപ കാണിക്കൂ. ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്ത് ബാബയുടെ ഹൃദയത്തെ ജയിക്കൂ. സുഖത്തിൻ്റെ ലോകത്തിൽ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടാവുകയില്ല. പിന്നീട് എവിടെയാണോ ദുഃഖമുള്ളത് അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടാകില്ല. എവിടെ പാപമുണ്ടോ അവിടെ പുണ്യത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. എവിടെ പുണ്യമുണ്ടോ അവിടെ പാപത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടാകില്ല. അത് ഏത് സ്ഥലമാണ്? ഒന്ന് സത്യയുഗം, രണ്ടാമത്തേത് കലിയുഗം. എപ്പോൾ രാവണൻ്റെ രാജ്യം പൂർത്തിയാകുന്നോ അപ്പോൾ എന്നേക്കുമായി രാവണൻ അവസാനിക്കുന്നു. രാവണനെ നിങ്ങൾ ബാബ എന്ന് വിളിക്കില്ല. രാവണനെ പരംപിത പരമാത്മാവെന്ന് വിളിക്കുന്നത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ചിലർ കരുതുന്നു ലങ്കയിൽ രാവണൻ ഉണ്ടായിരുന്നുവെന്ന്. ബാബ പറയുന്നു, ഈ മുഴുവൻ ലോകവും ലങ്കയാണ്. സ്ഥാപന, പാലന, വിനാശം എന്ന് പറയാൻ പറ്റില്ല. ആദ്യം സ്ഥാപന, പിന്നീട് വിനാശം, അതിനുശേഷമാണ് പാലന. ഇതാണ് ശരിയായ വാക്കുകൾ. നിങ്ങളുടെ രുദ്രമാലയും ധാരണയുടെ ആധാരത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്നാമത് രുദ്രമാല, അടുത്തത് രുണ്ടുമാല. ഒന്ന് സഹോദരന്മാരുടേത്, അടുത്തത് സഹോദരീ സഹോദരങ്ങളുടേതാണ്. ഇത് ബുദ്ധിയിൽ വരുന്നുണ്ട്. നമ്മൾ ആത്മാക്കൾ ചെറിയ ചെറിയ ബിന്ദു പോലെയാണ്, ഭൃഗുടിക്ക് നടുവിൽ തിളങ്ങുന്ന അത്ഭുത നക്ഷത്രം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാക്കൾ ചൈതന്യത്തിലാണ്, ഒരു ചെറിയ നക്ഷത്രത്തെ പോലെ. ധാരണയ്ക്ക് പറഞ്ഞ പോയിന്റ്: ആരെങ്കിലും എന്തെങ്കിലും തലതിരിഞ്ഞ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനെ കേട്ടിട്ടും കേൾക്കാതിരിക്കൂ. മോശമായത് കേൾക്കരുത്, മോശമായത് പറയരുത്. ദുഃഖം, സുഖം, മാനം, അവമാനം എന്നിവയെല്ലാം സഹിക്കണം. അടുത്ത പോയിന്റ്: ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അതിനെ ഒരിക്കലും കേട്ടിട്ടും കേൾക്കാതെ ഇരുന്ന് ബാബയെ അപമാനിക്കരുത്. മായയുടെ അടിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അശരീരിയായി മാറുന്നതിനുള്ള അഭ്യാസം തീർച്ചയായും ചെയ്യണം. വരദാനം: ബാബയ്ക്ക് സമാനം ദയാഹൃദയനായി എല്ലാവരോടും ക്ഷമിക്കുകയും സ്നേഹം നൽകുകയും ചെയ്യുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കൂ. എങ്ങനെയാണോ ബാബയെ ദയാഹൃദയൻ, കരുണാമയൻ എന്നൊക്കെ വിളിക്കുന്നത്, അതുപോലെ താങ്കൾ കുട്ടികളും മാസ്റ്റർ ദയാഹൃദയരാണ്. ആരാണോ ദയാഹൃദയർ അവർക്കേ മംഗളകാര്യങ്ങൾ ചെയ്യാനും അമംഗളം ചെയ്യുന്നവർക്ക് പോലും മാപ്പ് നൽകാനും കഴിയുകയുള്ളൂ. അവർ മാസ്റ്റർ സ്നേഹ കടലായിരിക്കും. അവരുടെ പക്കൽ സ്നേഹമല്ലാതെ മറ്റൊന്നുമുണ്ടാകില്ല. വർത്തമാന സമയത്ത് സമ്പത്തിനേക്കാൾ കൂടുതൽ സ്നേഹത്തിൻ്റെ ആവശ്യമാണുള്ളത്. അതിനാൽ മാസ്റ്റർ ദാതാവായി മാറി എല്ലാവർക്കും സ്നേഹം നൽകിക്കൊണ്ടിരിക്കൂ. ആരും വെറും കൈയോടെ മടങ്ങാൻ ഇടവരരുത്. സ്ലോഗൻ: തീവ്ര പുരുഷാർത്ഥിയായി മാറാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എവിടെ ആഗ്രഹമുണ്ടോ അവിടെ മാർഗം ലഭിക്കുക തന്നെ ചെയ്യും. ഓം ശാന്തി.